അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, CH മുസ്തഫ സഹീഹ് ബുഖാരിയെ അടക്കം അതുപോലെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങൾ സഹീഹ് മുസ്ലിം, ജാമിഉ തുർമിദി പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ അതിൻ്റെ കർത്താക്കളെയൊക്കെ തെറി പറയുന്നതിൻ്റെ ഭാഗമായിട്ട് മുസ്തഫ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെടുത്തിയുള്ള ഹദീസുകളിലെ ചില പരാമർശങ്ങൾ. ആ പരാമർശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേരുകയില്ലെന്നും അത് അശ്ലീലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്തഫ വികാരം തുള്ളുന്നത്. യഥാർത്ഥത്തിൽ മുസ്തഫ വികാരം തുള്ളുന്നത് പോലും ഒരു നാടകമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും ഒക്കെ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് അംഗീകരിച്ചിട്ടുള്ള നിലപാട് സ്വീകരിക്കുമായിരുന്നില്ല. ഇത് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇദ്ദേഹം എന്തൊരു നബി പ്രവാചക സ്നേഹം ഉള്ള ആളാണ്, എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നതിലൊക്കെ കാര്യമില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ അവഹേളിക്കുന്ന ഹദീസുകളല്ലേ ഇതൊക്കെ എന്ന് സാധാരണക്കാരെ, അതും വിവേകമില്ലാത്ത അല്ലെങ്കിൽ ചിന്താശൂന്യരായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സലാത്തും അതുപോലുള്ള കോപ്രായങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ അദ്ദേഹം വസ്തുതകളായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ആക്രോശങ്ങൾക്ക് അദ്ദേഹം തെളിവുകൾ നേടിയെടുക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഇരിക്കട്ടെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്ന മുസ്തഫ ഉദ്ധരിച്ചതുപോലുള്ള ഹദീസുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഏതൊക്കെ തലത്തിലാണ് എന്നുള്ളതാണ്. നബി ആരായിരുന്നു? അദ്ദേഹം കേവലം ഒരു പ്രവാചകൻ, ഒരു ഉപദേശി എന്നത് മാത്രമായിരുന്നുവോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ? ഒന്നതാണ്. രണ്ടാമത്തേത്, അള്ളാഹു ഒരു സംഗതി ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനാണോ അതിൽ അധികാരമുള്ളത് അതോ മനുഷ്യർക്കാണോ? അള്ളാഹുവിന് ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് എന്നതോടൊപ്പം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേകമായിട്ട് ചില സംഗതികൾ അനുവദിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് അനുവാദമുണ്ടോ ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഉപദേശിയായിരുന്നുവോ? അദ്ദേഹത്തിൻ്റെ റോള് എന്തൊക്കെയായിരുന്നു? ഇത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഖുർആൻ വരച്ചു കാട്ടുന്നൊരു സംഗതി. ഒന്ന്, അള്ളാഹുവാണ് ഏത് ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ തീരുമാനിക്കേണ്ടത്. കാരണം അള്ളാഹുവാണ് സൃഷ്ടാവ്. സൃഷ്ടാവിന് സൃഷ്ടികളോട് എന്തും കൽപ്പിക്കാം, അവരിൽ ഒരു ഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുക്കാം, ഇതൊക്കെ അവന് ചെയ്യാം. കാരണം അവൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. അവൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ എന്നാണ് ഖുർആൻ സൂറത്ത് അംബിയായിൽ പറഞ്ഞിട്ടുള്ളത്. അവൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദ്യമല്ല, മനുഷ്യർ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ചോദ്യം. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവാണ് നിയമം നിർമ്മിക്കണതെന്നാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമം നൽകുന്നത്. അതുകൊണ്ട് ഖുർആൻ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, അള്ളാഹുവിനല്ലാതെ ഹുക്കുമില്ല, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അവൻ്റേതാണ് സൃഷ്ടി, അവൻ്റേത് തന്നെയാണ് കൽപ്പന എന്നൊക്കെ പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസ്തഫ ഉദ്ധരിക്കാൻ, ഭാവിയിൽ ഉദ്ധരിക്കാൻ അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ആയത്താണ് സൂറത്ത് അഹ്സാബിൽ നബിക്ക് ഭാര്യമാരും മറ്റുമൊക്കെ അനുവദിച്ചു കൊടുത്തതിനെ സംബന്ധിച്ചുള്ള അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇവിടെ മുസ്തഫ ഈ ഹദീസിൽ ഉള്ള ഒരു പദം, അഹബു ലക്ക നഫ്സി എന്ന് ഒരു പെണ്ണ് നബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ അങ്ങേക്ക് ദാനം നൽകാൻ വന്നതാണെന്നാണ് ആ പെണ്ണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ മുസ്തഫ പകരം അല്ലെങ്കിൽ വില വാങ്ങാതെ ഒരു സംഗതി വെറുതെ കൊടുക്കണതിനാണ് ഹിബത്ത് എന്ന് പറയുന്നുണ്ട്.
ഈ അർത്ഥം അദ്ദേഹം പറഞ്ഞത് എല്ലാ കാലത്തും അദ്ദേഹം അംഗീകരിക്കുമോ? ഖുർആനിൽ വന്ന അത്തരം പദങ്ങൾക്കും ഈ അർത്ഥം അദ്ദേഹം തുടർന്ന് അംഗീകരിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സൂറത്ത് അഹ്സാബിൽ ഞാൻ ഓതിയ ഈ ആയത്തിൻ്റെ തുടക്കം ഓതിയിട്ടുള്ള ആയത്തിൽ ഒമ്രാത്തം മുഅ്മിനത്തൻ വഹബത്ത് നഫ്സഹാലിൻ നബിയ്യി എന്നൊരു പ്രയോഗമുണ്ട്. സ്വന്തം ശരീരത്തെ നബിക്ക് ഹിബത്തായിട്ട് ദാനമായി നൽകിയിട്ടുള്ള സ്ത്രീയെയും നിനക്ക് നാം അനുവദിച്ചു തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ അള്ളാഹു പറയാണ്. ഇതിനെ മുസ്തഫ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ മുസ്തഫയെ പോലുള്ള ആളുകൾ എങ്ങനെ കാണുന്നു എന്നാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ ഹദീസുകളിലേക്ക് വരുമ്പോൾ ഈ ഹദീസുകളിൽ പറഞ്ഞ സംഗതി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കലാവുന്നത് എന്നതും മുസ്തഫ വ്യക്തമാക്കേണ്ടതുണ്ട്. ആ ഹദീസുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വരാം.